ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്നൊരു കല്യാണം ഉണ്ടായി. അങ്ങനെ കല്യാണം വീട്ടിൽ പോയി ഫുഡൊക്കെ അടിച്ചു വിട്ടു. എന്നിട്ട് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ അകത്തുള്ളതിനേക്കാളും തിരക്കാണ് കേട്ടോ. പുറത്ത് ഐസ്ക്രീം വാങ്ങാനായിട്ട് അങ്ങനെ ക്യൂ നിന്നിട്ടാണ് കേട്ടോ ഓരോ ഐസ്ക്രീം കിട്ടിയത്. അങ്ങനെ ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചു. പിള്ളേർ കൂടെ വരുന്നത് തന്നെ ഈ ഒരു ഉദ്ദേശത്തിലാണ് കേട്ടോ, ഫുഡ് അടിക്കാനൊന്നുമല്ല. പുറത്തുള്ള ഐസ്ക്രീം, പോപ്കോൺ, ഈ പഞ്ഞി മിഠായി, ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ ലക്ഷ്യം കേട്ടോ. അങ്ങനെ അവരുടെ ലക്ഷ്യമൊക്കെ അവരങ്ങ് സാധിച്ച്. കല്യാണത്തിന് പോകുന്നത് കൊണ്ട് എൻ്റെ ലക്ഷ്യം പാത്രം കഴുകണ്ട, ഫുഡ് ഉണ്ടാക്കണ്ട, ഇത് രണ്ടും ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ കല്യാണത്തിന് പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള ലക്ഷ്യമുള്ള ആൾക്കാർ വേറെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പ്രത്യേകിച്ച് നമ്മളെ പെണ്ണുങ്ങൾ എന്നും അടുക്കളയിൽ കിടന്ന് ഇതൊക്കെ ചെയ്യുന്നതല്ലേ, ഒരു ദിവസം ഒന്ന് റെസ്റ്റ് കിട്ടി അത് നല്ലതല്ലേ എന്ന് വിചാരിക്കും അല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മളെ ജാനുട്ടിയുടെ സ്കൂളിലേക്കാണ് കേട്ടോ പോകുന്നത്. സ്കൂളിൻ്റെ അടുത്തുള്ള ചർച്ചിലുമായിട്ട് പ്രോഗ്രാം നടക്കുകയാണ് കേട്ടോ. ക്രിസ്മസ് ആയതുകൊണ്ട് അവിടെ ചർച്ചിൻ്റെ പരിപാടിയൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ പോയപ്പോൾ തന്നെ ജാനുട്ടിയുടെ ഫ്രണ്ട്സിൻ്റെ ഡാൻസൊക്കെയാണ് കേട്ടോ. പിന്നെ പിള്ളേരറിയാതെ പിള്ളേരെ വീഡിയോയും കൂടി എടുത്ത് അവരെ കൂടെ ഒന്ന് വൈറലാക്കാമെന്ന് കരുതി അങ്ങനെ കുറച്ച് പ്രോഗ്രാമൊക്കെ അവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതൊക്കെയാണ് സ്കൂളും അതിനടുത്തുള്ള ചർച്ചും LMSൻ്റെ കീഴിലുള്ള സ്കൂളൊക്കെയാണ് കേട്ടോ. ജാനുട്ടി ഇവിടെയാണ് പഠിക്കുന്നത്, ജാനുട്ടിയും മോനും ഒക്കെ ഇവിടെയാണ് പഠിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് പ്രോഗ്രാമൊക്കെ കണ്ടിട്ട് വീട്ടിലേക്ക് മടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ കല്യാണ വിശേഷം ഇതുകൊണ്ട് തീരണില്ല കേട്ടോ. നാളെയും കല്യാണമുണ്ട്, രാവിലെയും വൈകിട്ടൊക്കെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് എവിടുന്ന് ഇതിന് മാത്രം കല്യാണമെന്ന് ചോദിച്ചാൽ കല്യാണ സീസൺ ആയിരിക്കും, അതുകൊണ്ടല്ലേ ഓരോരുത്തർ വിളിക്കുന്നത്, അറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും 2 ദിവസത്തേക്ക് കിച്ചണിന് അവധിയാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.